ഇന്നൊരു ചെറിയ കാര്യം എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം വന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് പാമ്പ് കടി. അതിനോട് ബന്ധപ്പെട്ട പല ചികിത്സാ വിധേയകളെയും കുറിച്ചും അതിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പല പ്രോബ്ലംസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പത്രത്തിലും മാധ്യമങ്ങളിലും ഒക്കെ വായിക്കുന്നതും കേൾക്കുന്നുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. അതായത് നമ്മൾ പാമ്പ് കടിച്ചതോ അത് പാമ്പാണോ വേറെ ഏത് ജീവിയാണെന്നോ, അതായത് നമ്മൾ അൺഐഡന്റിഫൈഡ് ഇതുകൊണ്ട് ഒരു ആനിമൽ അല്ലെങ്കിൽ ഇത് കടിച്ചു എന്ന് വിചാരിക്കുക, എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ കടിച്ച ആളെ പണ്ട് കാലങ്ങളിൽ ചെയ്യുന്ന പോലെ അവിടെ ആ കടിച്ച സ്ഥലം വൃത്തിയാക്കുക, സോപ്പ് തേക്കുക, പിന്നെ അവിടെ മേലെ വെച്ച് ഒരു റിബൺ വെച്ച് കെട്ടുക, ഇതൊന്നും ചെയ്യരുത്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കടിച്ച ആളുടെ ആ ഒരു ടെൻഷൻ അത് കുറയ്ക്കുന്ന രീതിയിൽ അയാളോട് സംസാരിച്ച് അയാളെ സ്വാതന്ത്ര്യപ്പെടുത്തുക. കൂടെ നിന്നവർക്കും അത് ബാധകമാണ്. അവരും വളരെ ടെൻഷൻ ഫ്രീ ആയി നിന്ന് അങ്ങേരെ സ്വാതന്ത്ര്യപ്പിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ഈ കടിച്ച ആൾ മിക്കവാറും നമ്മുടെ കടി കേൾക്കുക നമ്മുടെ കൈമേലോ കൂടുതലും കാലും ഭാഗത്തായിരിക്കും. അപ്പോൾ പണ്ട് കാലങ്ങളിലോ അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കടിച്ച ആളെ ഉടനെ തന്നെ കിടത്തുക. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇതേപോലെ ഈ പറഞ്ഞ പോലെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാതെ അയാളെ ഇരുത്തി എപ്പോഴും കാലുമ കടിച്ചു കഴിഞ്ഞാലും കൈമ കടിച്ചാലും അതേ പൊസിഷനിൽ ഇരുത്തുക. ഇനിയിപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോഴും ഇരുത്തിക്കൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുക. അതായത് നമ്മൾ ഈ കടിച്ച സ്ഥലത്തു നിന്നുള്ള രക്തചംക്രമണം പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാർട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അത് ഓട്ടോമാറ്റിക്കലി ബ്രെയിനിലും ബാധിക്കും. അപ്പൊ ബ്രെയിനിലും ഇത് കൂടുതൽ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട്. വിഷം അവിടേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും അയാളെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിക്കാതെ കടിച്ച പ്രദേശം, അതായത് കാലാണെങ്കിൽ കാല് അല്ലെങ്കിൽ കൈയാണെങ്കിൽ കൈ തീരെ എനക്കാതെ വെച്ച് അതുപോലെ തന്നെ പിടിച്ച് ഈവൻ ആംബുലൻസിലോ അല്ലെങ്കിൽ ഇപ്പം ഒരു ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ കാറിലോ ആണെങ്കിൽ അതുപോലെ ഇരുത്തി തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കുക. മൂന്നാമത്തെ കാര്യം, ഇത് ഈ പാമ്പ് ഏതാണെന്ന് ആരും അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ അണലിയാണോ മൂർഖനാണോ എന്ന് നമുക്ക് അന്വേഷിക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വാക്സിൻ എന്ന് പറഞ്ഞാൽ അത് പോളിവാലന്റ് വാക്സിൻ ആണ്. അതായത് ഈ ഗ്രൂപ്പിൽപ്പെട്ട, അതായത് അണലി ഗ്രൂപ്പിൽപ്പെട്ട, വൈപ്പർസ് ഗ്രൂപ്പിൽപ്പെട്ടതിനും അതുപോലെ കോബ്ര ഗ്രൂപ്പിൽപ്പെട്ടതിനും എല്ലാ ഗ്രൂപ്പിലും പെട്ടതിനും പറ്റിയ പോളിവാലന്റ് വാക്സിൻ ആണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഏത് പാമ്പാണെന്ന് ഇവിടെ പ്രശ്നമല്ല. നമ്മൾ പാമ്പ് കടിച്ചാൽ വേഗം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിനകത്ത് ഏത് ഇനം പാമ്പനാണെന്ന് വേണമെങ്കിൽ അവിടുത്തെ ബ്ലഡ് ടെസ്റ്റിലോ ബാക്കിയുള്ള ന്യൂറോളജിക്കൽ എക്സാമിനേഷനിലോ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഒരു ഇനം പാമ്പുകൾക്ക് കോബ്ര ടൈപ്പിനൊക്കെ ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവുക. അതായത് കണ്ണ് ഇങ്ങനെ അടയഞ്ഞു പോവുക, തളർച്ച, തലചുറ്റ്. മറ്റേതിനാണെങ്കിൽ വരിക കൂടുതൽ ബ്ലീഡിങ് പരമായ. അപ്പൊ ഒരു ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇനം പാമ്പിന്റെ പ്രശ്നം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഷം ബാധിച്ചിട്ടില്ലെങ്കിൽ വിഷബാധ ഏറ്റിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പോളിവാലന്റ് വാക്സിൻ ആണ്. അപ്പൊ ഏത് ഇനം പാമ്പാണെന്നുള്ളത് നമുക്ക് ഇവിടെ പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ കൊണ്ടുപോകാം. അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്നും നമ്മുടെ നാട്ടിൽ എല്ലാവരും അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ പാമ്പ് കടിയേറ്റ കൊടുക്കുന്ന ആന്റി സ്നേക്ക് വിനം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് നമ്മുടെ പരിസരത്തുള്ളത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതറിയണമെങ്കിൽ നമുക്ക് ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതായത് സർപ്പ, SARPA. അത് സർപ്പ വെബ്സൈറ്റിൽ നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള നമ്മുടെ എപ്പോഴും കാണിക്കുന്ന നമ്മുടെ അടുത്തുള്ള ആന്റി സ്നേക്ക് വിനം കിട്ടുന്ന ഹോസ്പിറ്റലും ചികിത്സയും ലഭിക്കുന്ന ഹോസ്പിറ്റൽ ഏതാണെന്നല്ലോ, പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും. അപ്പൊ അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതറിഞ്ഞിട്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. എല്ലാ ഹോസ്പിറ്റലിലും ചിലപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കില്ല, എല്ലാ ഹോസ്പിറ്റലും അവൈലബിളും അല്ല. അപ്പൊ ഉള്ളവർക്ക് അത് നല്ലോണം ഇത് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ സർപ്പ ഇത് എല്ലാവരും കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലും അവിടെ അതിൻ്റെ ആന്റി സ്നേക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് രോഗിയെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ രോഗിക്ക് ഒരു ടെൻഷനും ഉണ്ടാക്കാതെ എനക്കാതെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ രോഗിയായാലും കുട്ടിയായാലും എടുത്ത് വണ്ടിയിലിരുത്തി അതേപോലെ തന്നെ കൊണ്ടുപോവുക. ഒരിക്കലും കിടത്താതിരിക്കുക, കൂടുതൽ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുക, ഏറ്റവും അടുത്തുള്ള ആന്റി സ്നേക്ക് വിനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ.